വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തൃശ്ശൂർപൂരത്തിന് തിരക്കായിരുന്നു. ഇന്നിപ്പോ നാട്ടുപൂരത്തിന്റെ തിരക്കാണത്. നാട്ടുപൂരം തിരുവമ്പാടിയും പാറേമക്കാവും തകർത്ത് അടിപൊളി മേളായിരുന്നു. മേളം കഴിഞ്ഞു, 12 മണിക്ക് മേളം നിർത്തി. ഇപ്പൊ ഉപചാരം ചൊല്ലി പിരിയാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്താ ചൂടെന്നറിയോ? പക്ഷെ ഈ ചൂട് അറിയാൻ പറ്റുന്നില്ലേ? കാരണം എന്താണെങ്കിൽ മഴക്കാറുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ചൂട് എത്ര പെട്ടെന്ന് അറിയില്ല എന്ന് മാത്രം. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ ആയിരുന്നു ഗംഭീര ചൂട്. അയ്യോ, തൃശ്ശൂർ പൂരത്തിന് ശരിക്ക് തീപ്പൊരിന്നായിരുന്നു. ജനാരവം കണ്ടോ? ഈ കാണുന്നത് മൊത്തം തൃശ്ശൂർ പൂരത്തിന് ഉപചാരം ചൊല്ലി പിരിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന, അത് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇത് കംപ്ലീറ്റ്. നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പൂരാണ്. കേരളത്തിലെ നമ്പർ 1 പൂരാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. അത് നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ദേശീയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അത് കാണാൻ വേണ്ടിയിട്ട് കേരളത്തിന് പുറത്തുനിന്നും ഒക്കെ എന്തോരം ആൾക്കാർ വരുന്നത് അറിയോ തൃശ്ശൂർ പൂരം. അത് ഒരു പ്രത്യേക ഫീലാണത്, ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ആ മേളം നടക്കുമ്പോൾ അറിയാൻ പറ്റും. ഇലഞ്ഞിത്തറ മേളം, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നാട്ടുപുരമാണ്. ഈ നാട്ടുപുരത്തിന് വേണ്ടിയിട്ട് കൊട്ടുമ്പോൾ ഈ വയസ്സായവരും അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ ആണുങ്ങളും സ്ത്രീകളും ഒക്കെ താളം പിടിക്കായിരുന്നു. അപ്പം അതൊരു പ്രത്യേക ഫീലാണ് അത് കാണുന്നത്. അത്രയും ഗംഭീരമാണ് തൃശ്ശൂർ പൂരത്തെ വർണ്ണിച്ചാൽ എത്ര പറഞ്ഞാലും മതിയല്ലോ തൃശ്ശൂർ പൂരം എന്താണ് എങ്ങനെയാണ്. പിന്നെ ഇപ്രാവശ്യം യുവപൂരമായിരുന്നു. കാരണം യുവാക്കളുടെ പൂരം, അവരാണ് ഇപ്രാവശ്യം കംപ്ലീറ്റ് അടിപൊളിയായിരിക്കുന്നത്. അപ്പൊ എന്തായാലും പൂരം സൂപ്പറായിട്ട് നടന്നു, അടിപൊളിയായിട്ട് നടന്നു. ഇന്നലെ ചൂടുണ്ടായിരുന്നു, ഇന്നലെ ഗംഭീര ചൂടായിരുന്നു. ഇന്ന് ചൂടുണ്ട്, പക്ഷെ അത് അറിയണില്ല. കാരണം ഒരു മൂടിക്കടലുണ്ട്, മഴ ഏത് സമയത്തും പെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് കാരണം അത്രയായിട്ട് ചൂട് നമുക്ക് അറിയില്ലെന്ന് മാത്രം. ഇവിടെ ഉപചാരം ചൊല്ലി പിരിയാണ്. അപ്പൊ അതിന്റെ ആരവാണ് നമ്മളിപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പാറേമക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള അത് കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു. ഇനിയിപ്പോ ഉപചാരം ചൊല്ലി പിരിയാണ്. അപ്പൊ അതിന്റെ ആരവങ്ങളാണ് നമ്മള് ഈ കാണുന്ന ആൾക്കാരും അതിന്റെ വീഡിയോ പിടിക്കുന്ന വീഡിയോ ഒക്കെ പിടിക്കുന്ന ആൾക്കാരൊക്കെ അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം വെക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ ഒരു സുഹൃത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്, ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം വെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളം മേടിക്കണം, അപ്പോൾ ഉപയോഗിച്ചോളും. ഇത് നമ്മുടെ ഒരു എക്സിബിഷനാണ് കേട്ടോ. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മറ്റേ ഒരു ബുള്ളറ്റിൻ്റെ മുകളിലൊരു വലിയൊരു എന്താ പറയുക, ഈ ചിമ്പൻസി ഇരുന്നിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു എക്സിബിഷൻ. കുട്ടികൾക്ക് കാണുമ്പോൾ നല്ല ഒരു ധൈര്യം.
അന്നാ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ അന്നാ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ ഊരമെനീക്കുന്നു കാണണം കാന്ത ഊരമെനീക്കുന്നു കാണണം കാന്ത ഊരമെനീക്കുന്നു കൂടണം കാന്ത ഊരമെനീക്കുന്നു കൂടണം കാന്ത വിമിലയെനീക്കുന്നു കാണണം കാന്ത വിമിലയെനീക്കുന്നു കാണണം കാന്ത വിമിലയെനീക്കുന്നു കൊത്തണം കാന്ത വിമിലയെനീക്കുന്നു കൊത്തണം കാന്ത കാന്ത ഇതൊരു കളിവീണയാണ് കേട്ടോ. നമ്മളത് ഇവിടെ ട്രിവാൻഡ്രത്ത് കിട്ടുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ വടക്കനാലി എന്നപ്പോൾ അത് കണ്ടു. നല്ല രസമുള്ളൊരു വീണയാണ്, പക്ഷെ അതിൽ നമുക്ക് വായിക്കാൻ അറിയണമെന്ന് മാത്രം. നമ്മളെന്തായാലും മേടിച്ചു നമ്മൾ. കാരണം എന്താ വെച്ചാൽ നല്ല രസമുള്ളൊരു വീണയാണ്. പിന്നെ നിരഞ്ജന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് മേടിച്ചു. പിന്നെ അത് രണ്ട് തരം വീണയുണ്ട് കേട്ടോ. ഒന്ന് വലിയ വീണയും ഒന്ന് ചെറിയ വീണയും. അത് വലിയ വീണയ്ക്ക് 300-ഉം ചെറിയ വീണയ്ക്ക് 200-ആണ്. അപ്പോൾ അത് എങ്ങനെ വായിക്കേണ്ട എന്നുള്ള രീതികളൊക്കെ ആ ചേട്ടൻ കാണിച്ചു കൊടുക്കുകയാണ്. അത് വയലിൻ എങ്ങനെ വെക്കണം, അതെങ്ങനെ പിടിക്കണം, എങ്ങനെ വായിക്കണം എന്നൊക്കെ ഉള്ളത്. നല്ല രസമുള്ളൊരു വീണയാണിത്. വയലിൻ അറിയുന്നവർക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ അതിൽ പാട്ട് വായിക്കുന്നതാണ്. നല്ല രീതിയിലാണ് പുള്ളി വായിക്കുന്നത്. ഞാനതുപോലെ ഒന്ന് വായിച്ചു നോക്കിയത്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല, അറിയണത് വായിക്കണമെങ്കിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതി അയക്കണം. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടെന്ന് അറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.